ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ന്യൂ മൂണാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അവരുടെ ഹിഡൻ തോട്ട്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളോട് വൈരാഗ്യത്തിലിരിക്കുന്ന ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ചിലരൊക്കെ നോ കോണ്ടാക്റ്റിൽ ഉള്ള ആൾക്കാരായിരിക്കാം, ചിലർക്ക് ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം. എന്തായാലും അവരുടെ ഉള്ളിലുള്ള ഓരോ ഫീലിങ്സ് ഉണ്ടല്ലോ നിങ്ങളെക്കുറിച്ച്, അവരത് പുറത്ത് മറ്റാരോടും പറയാതെ ഇരിക്കുന്നതായിരിക്കും. ചിലപ്പോൾ അവർ പോലും അത് വിശ്വസിക്കാൻ പറ്റാതെ ചില സമയത്ത് ചിന്തകൾ വരുമ്പം ഇത്രയും അധികം ഇൻറ്റൻസ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ പോലും ചിന്തിച്ചു പോകുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും. ഇതവരുടെ സോളിൻ്റെ ഒരു തോട്ട്സാണ്. അവരുടെ ഉള്ളിലുള്ള ജെന്യുവിനായ നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ടു ഓഫ് കപ്സ് ആണ്. ക്യൂൻ ഓഫ് പെൻഡക്കിളും വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് കപ്സ്, ഫ്ലവേഴ്സ്, ടെൻ ഓഫ് പെൻഡക്കിൾസ്, ത്രീ ഓഫ് പെൻഡക്കിൾ, ഡെവിൾ, നയൻ ഓഫ് വാൻസ്, ടെൻ ഓഫ് വാൻസ്, സെവൻ ഓഫ് കപ്സ്, സ്ട്രെങ്ത്, ഫൈവ് ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് സോർഡ്സ്, ഫൈവ് ഓഫ് പെൻഡക്കിൾ, സെവൻ ഓഫ് വാൻസ്, ടു ഓഫ് സോർഡ്സ്, സൺ കാർഡ്, നയൻ ഓഫ് സോർഡ്സ്. ഇപ്പം നമുക്കൊരു 2-3 കാർഡ് ഒരു എന്താണ് ഒരു അഡ്വൈസ് ഒന്നും കൂടി നോക്കാം. ഷാഡോ, ഇൻഡ്യൂഷൻ, ഡിസ്കണ്ടന്റ് ആൻഡ് ബോർഡം, ബാലൻസ്, വിസ്ഡം. ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ചസ് ആണ് ഇതിൻ്റെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ടു ഓഫ് കപ്സ് ആണ്. അപ്പോൾ ടു ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു സോൾ കണക്ഷനുള്ള ഒരു റിലേഷൻഷിപ്പാണിതെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ ഉള്ളിൽ നിന്ന് പലപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായി മാറിപ്പോയിട്ടും എന്തുകൊണ്ടാണ് ഇവരെ മറക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും അവരുടെ അടുത്തുള്ള ഒരു ഫീലായിരിക്കും അവർക്ക് തോന്നുന്നത്. അത്രയും അവരുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ജെന്യൂനായിട്ടുള്ള തോട്ട്സാണ് ഇത്. അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോയ ആൾക്കാരെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിൽ കുറച്ച് ദിവസങ്ങളൊക്കെ ആയി, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് എപ്പോഴെങ്കിലും വന്ന് ഇന്ന് കോണ്ടാക്റ്റിലായിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അങ്ങനെയുള്ളവരായിരിക്കാം. പക്ഷേ എന്ത് തന്നെ ആയാലും ഇപ്പോൾ അവരുടെ ചിന്തകളിൽ അവർ എത്ര നിങ്ങളെ വേണ്ടാന്ന് വെച്ചാലും നിങ്ങളെക്കുറിച്ച് ഓർക്കണ്ടെന്ന് അവർ വെച്ചാലും അവരിലേക്ക് നിങ്ങൾ ശരിക്കും ആ ഓർമ്മകൾ ചെല്ലുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ ഈ ടു ഓഫ് കപ്സ് എന്ന് പറയുമ്പം പാസ്റ്റ് ലൈഫുകളിൽ നിങ്ങളുടെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളിനെ പോലെ നിങ്ങൾ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് അവർ എന്നൊരു തോന്നൽ അവർക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളവരെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടോ ഒക്കെ ആയിരിക്കാം അവർ ഇങ്ങനെ അവർക്കെപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തകൾ വരുന്നതെന്ന് അവർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇപ്പോഴും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ചിന്ത ആണ് ഇപ്പോഴും അവർക്കുള്ളത്. അത്രയും ഒരു ഫീലിങ്സ്, ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് അവർക്ക് നിങ്ങളോട് ഇപ്പോൾ തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് പെൻഡക്കിളാണ്. നിങ്ങൾ ഈ തോട്ട് എന്ന് പറയുന്നത് വളരെ സ്റ്റേബിളാണ്. ഒരിക്കലും ഇവർക്ക് അവരുടെ ഉള്ളിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് വളരെ സ്റ്റേബിളായിട്ടുള്ള തോട്ട്സാണ്. പലപ്പോഴും അവരുടെ ഹിഡൻ തോട്ട്സ് എല്ലാം സെയിമാണ്.
ഈ കറൻറ്റ് ഫീലിങ്സ് മാറിക്കൊണ്ടേയിരിക്കും. അതാണ് ഇപ്പോൾ ഈ ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടായിരിക്കും. ചിലപ്പോൾ അവർക്ക് ഒരു സ്നേഹം വരും വേറെ ആയിരിക്കും. പക്ഷേ ഈ ഹിഡൻ തോട്ട്സ് എന്ന് പറയുമ്പം അവരുടെ സോള് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ചിന്തകളാണിത്. അപ്പോൾ ഇത് സ്റ്റേബിളാണ്. പിന്നെ നൈറ്റ് ഓഫ് കപ്സ് ആണ് ശരിക്കും ഒരു പ്രണയം, ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയം നിങ്ങളോട് തോന്നുന്നുണ്ട് ഇപ്പോൾ. നിങ്ങളില്ല എന്നൊന്നും അവർക്ക് ഇപ്പം ചിന്തിക്കാൻ പറ്റുന്നില്ല. നിങ്ങളടുത്തുള്ളതുപോലെ അവർ ഫീൽ ചെയ്യുന്നു, അവരത് ആക്ട് ചെയ്യുന്നു എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളറിയുന്നില്ലല്ലോ അവരെന്താണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവർ പലപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള അവർ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ഫ്ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര പ്രണയമാണ് ഇപ്പോഴാണ് അവർ ഇത്രയും ഒരു പ്രണയം നിങ്ങളോട് അവർക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെന്ന് അവരിപ്പോൾ ശരിക്കും തിരിച്ചറിയുന്നുണ്ട്. നേരത്തെ ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ടെങ്കിലും തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ ഇപ്പോൾ അവർ അത് തിരിച്ചറിയുന്നുണ്ട്, നിങ്ങളോട് അത്രമാത്രം പ്രണയം അവർക്കുണ്ട് എന്ന്. 10 ഓഫ് പെൻറ്റക്കിളും വന്നിട്ടുണ്ട്. ഹാപ്പി ഫാമിലിയാണ്. ശരിക്കും നിങ്ങളാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള പാർട്ട്ണർ. അവർക്ക് ഒരു പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു ഫീല് ഫുൾഫിൽ ആകണമെങ്കിൽ നിങ്ങൾ വേണമെന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളല്ലാതെ വേറൊരാളിനെ കുറിച്ചും ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. 3 ഓഫ് പെൻറ്റക്കിളാണ്. നിങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു കമ്പനി ശരിക്കും അവരാഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഡബിളാണ്. അപ്പോൾ ഒരു ഡബിൾ എനർജി എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര അട്രാക്ഷൻ, ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ നിങ്ങളോട് തോന്നുന്നുണ്ട് അവർക്ക്. ശരി, അത് ഒരു വിട്ടുമാറാൻ പറ്റാത്ത വണ്ണമുള്ള ഒരു അഡിക്ഷൻ നിങ്ങളിൽ അവർക്ക് ഇപ്പം തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഡബിൾ ഒരു അഡിക്ഷൻ്റെയും കൂടെ കാർഡാണ്, ഒരു ഇല്യൂഷൻ്റെ കാർഡാണ്. അപ്പോൾ ചിലപ്പോൾ ഇതൊരു ഇല്യൂഷനാണ് എന്നവർക്ക് അറിയാം. എന്നാലും അവർ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴും അവരെ അടുത്തുള്ളതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എപ്പോഴും അത് തന്നെയായിരിക്കും നിങ്ങൾ പാസ്റ്റിലുണ്ടായിരുന്നപ്പോൾ ഉള്ള ആ ഒരു സ്നേഹവും ആ ഒരു കെയറും, നിങ്ങൾ എത്രമാത്രം അവർ സ്നേഹിച്ചിരുന്നു, അവരെ കെയർ ചെയ്തിരുന്നു എന്നൊക്കെ അവരിപ്പം ശരിക്കും ചിന്തിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ ആ ഒരു ശരിക്കും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയം ഈ സമയം അവർ ഹിഡനായിട്ട് വച്ചിട്ടുള്ള കാര്യമാണ്, പുറത്ത് പറയാത്തതാണ്. പക്ഷെ അവർ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എപ്പോഴും ഇതാണ് അവരുടെ ഒരു ഫീലിങ്സ്. 9 ഓഫ് വാണ്ട്സ് ആണ്. വെയിറ്റിംഗ് ആണ്. നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു അവർ. ശരിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും അവരിലേക്ക് ചെല്ലുമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്, ചെല്ലണം എന്ന് അവരാഗ്രഹിക്കുന്നു. കാരണം നിങ്ങളെ അല്ലാതെ വേറൊരാളെ റീപ്ലേസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അവർ പല റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ പോയിട്ടുണ്ടായിരിക്കാം, എവിടെ പോയെങ്കിലും. പക്ഷേ അല്ലാതെ വേറൊരാളിനെ അവർക്ക് അവരുടെ ഒരു സോൾ പാർട്ട്ണറായിട്ട് കാണാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം വേറൊരു റിലേഷൻഷിപ്പും ഇത്രയും ഫുൾഫിൽ ആയതായിട്ട് അവർക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും സോൾ കണക്ഷൻ ഉള്ളതായിട്ട് അവർക്ക് തോന്നുന്നില്ല. അങ്ങനെ കാണുന്നുണ്ട്. 10 ഓഫ് വാണ്ട്സ് ആണ്. പക്ഷെ അവർക്ക് എന്നെ മനസ്സിലാകുന്നുണ്ട്, കുറച്ച് ഈ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒരുപാട് സ്നേഹവും ഒരുപാട് സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് ഇതിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും രണ്ടുപേർക്കും. അപ്പോൾ ആ ഒരു കാര്യം, ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടായിരിക്കും ഇത് പെട്ടെന്ന് അങ്ങ് തീർന്നു പോയെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ആദ്യം നിങ്ങൾ ഇത്രയും ഇതുപോലെ നിങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അന്ന് നിങ്ങൾ സ്നേഹത്തിലായിരുന്ന സമയത്ത് നിങ്ങൾ സെപ്പറേഷൻ ആകും എന്നൊന്നും നിങ്ങൾ ചിന്തിക്കാൻ പറ്റൂല. അത്രയും ചിലപ്പോൾ നിങ്ങളും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല ഈ വ്യക്തിയുമായിട്ട് മാത്രം ഒരിക്കലും ഇങ്ങനെ അകലേണ്ടി വരും എന്ന് നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. നിങ്ങൾക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ വ്യക്തിക്കും അതാണ്, നിങ്ങളില്ലാതെ പറ്റൂല എന്ന് അവരും ചിന്തിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതിലൊരു ഡബിൾ വന്നപ്പോൾ അവർ തന്നെ ചിന്തിക്കുന്നുണ്ട്, ഒരുപാട് സ്നേഹമായി പോയത് കൊണ്ടാണ് അത് സെപ്പറേറ്റഡ് ആയിപ്പോയത്. പിന്നെ ഇതിൽ കുറച്ച് നെഗറ്റീവ് എനർജി ഇതിൽ എവിടെയൊക്കെയോ വന്നു പോയി, ഒരു ദൃഷ്ടി പോലെയോ ഒരു ബ്ലാക്ക് മാജിക് പോലെയോ ഒക്കെ എന്തൊക്കെയോ എവിടെയോ വന്നു പോയത് കൊണ്ടാണ് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയതെന്ന് അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. 9 ഓഫ് സോർട്സ് ആണ്. ശരിക്കും ഒരു ചീറ്റിംഗ് ഇതിൽ നടന്നിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് നിങ്ങളെ ഈ സെപ്പറേറ്റഡ് ആക്കിയത്. ഈ സെപ്പറേഷൻ മറ്റുള്ളവർ കൂടി ഇൻവോൾവ്മെൻ്റ് ഉള്ള കാര്യമാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്കിപ്പം അനങ്ങാൻ പറ്റാതിരിക്കുന്നുണ്ട്. അതിലവർക്ക് വളരെ വിഷമമുണ്ടെന്നും കാണുന്നുണ്ട്. 7 ഓഫ് കപ്സ് ആണ്. ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് അവരെക്കാളും ബെറ്ററായ ആരോ നിങ്ങൾക്ക് കിട്ടും, ആരോ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആരോ നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങളത് ഡിസർവ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെക്കാളും ബെറ്ററായ ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട് എന്നവർ ചിന്തിക്കുന്നുണ്ട്. സ്ട്രെങ്താണ്. അപ്പം പിന്നെ എന്ത് തന്നെ ആയാലും ഈ
ഈ റിലേഷൻഷിപ്പിന് ശരിക്കും സ്ട്രെങ്ത് ഉണ്ട്. കാരണം അവർ തളർന്നുപോയ അവസ്ഥയിലൊക്കെയും നിങ്ങൾ അവർക്ക് ഒരു താങ്ങായി നിന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളൊരു ധൈര്യമായിരുന്നിരിക്കുക. അപ്പോൾ ഇതൊക്കെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ ചിന്തിക്കും എപ്പോഴും നിങ്ങൾ എത്ര നിങ്ങൾ മാറിപ്പോയിട്ടുണ്ടെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നിങ്ങളടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നു, നിങ്ങൾ അവർക്കൊരു ധൈര്യം കൊടുക്കുമായിരുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. 5 ഓഫ് കപ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു നഷ്ടബോധം ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയില്ല, അവർ ശരിക്കും വിഷമിക്കുന്നുണ്ട് എന്തായാലും. ക്യൂൻ ഓഫ് സോഴ്സ് ആണ്. അപ്പം നിങ്ങൾ ശരിക്കും ധൈര്യമുള്ള ആളായിരുന്നിരിക്കുക. ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ ഇവർ ശരിക്കും നിങ്ങളായിരിക്കും അവർക്ക് ധൈര്യം കൊടുത്ത് അവരെ നേരെ നിർത്തിയത്. അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ ഇപ്പം ശരിക്കും പാസ്റ്റിൽ അവർക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ നിങ്ങൾ കൂടെ നിന്ന് ആ ഒരു കാര്യമൊക്കെ അവരിപ്പം ശരിക്കും മനസ്സിൽ കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് വീണ്ടും 5 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതൊക്കെ നഷ്ടബോധമാണ്. ഇതിൽ 5 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. നഷ്ടബോധത്തിൻ്റെ കാർഡാണ്. ഏറ്റവും പ്രിയപ്പെട്ടതാണല്ലോ നഷ്ടപ്പെട്ടു പോയതെന്ന് വിചാരിച്ചവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. 5 ഓഫ് പെൻറ്റക്കിളും അതാണ്, നഷ്ടബോധമാണ്. നിങ്ങളെ നഷ്ടപ്പെടുത്തേണ്ടിയിരുന്നില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്. വേണ്ടിയിരുന്നില്ല, എന്തിനായിരുന്നു ഇതൊക്കെ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. 7 ഓഫ് വാൺസ് ആണ്. അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. 7 ഓഫ് വാൺസും 2 ഓഫ് വാൺസും വന്നിട്ടുണ്ട്. അവർക്ക് ഒരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. നിങ്ങളെ വേണം എന്നവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യണം, എങ്ങനെ നിങ്ങളിലേക്ക് എത്തണം, അപ്പോൾ ആ വഴികളൊക്കെ ചിലപ്പോൾ ഒരുപാട് അടഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. എങ്ങനെ വരണം എന്നുള്ളത് ചിലപ്പോൾ അത്രമാത്രം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിപ്പോയിട്ടുണ്ടായിരിക്കും കുറേയധികം ആൾക്കാർ. അല്ലെങ്കിൽ ചിലരെങ്കിലും അത് മാനസികമായൊരു കൂടെ ഉണ്ടെങ്കിൽ പോലും മാനസികമായ ഒരു അകൽച്ച ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അവർ ചിന്തിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തേണ്ടത്, ആ ഒരു വഴി കാണിച്ചു തരാൻ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. സൺ ഗാർഡ് വന്നിട്ടുണ്ട്. ശരിക്കും അവരുടെ മനസ്സിലെ ഏറ്റവും സന്തോഷം നിങ്ങളാണ്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. ശരിക്കും ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ന് ന്യൂ മൂണാണ്. അപ്പോൾ ന്യൂ മൂൺ റീഡിങ്സൊക്കെ കൃത്യമായിട്ടായിരിക്കും വരാറുള്ളത്. കാരണം ആ ഒരു എനർജി ശരിക്കും കണക്റ്റ് ആകുമ്പം ഇമോഷൻസ് എല്ലാം നമുക്ക് കൃത്യമായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇന്നത്തെ ഒരു ഇമോഷൻ നിങ്ങളെക്കുറിച്ച് അവർ ശരിക്കും നമുക്ക് ഈ ഫുൾ മൂൺ ന്യൂ മൂണൊക്കെ സമയത്ത് ഏറ്റവും കൂടുതൽ മനസ്സിനെ വേവലാതിപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു സാധാരണ നടക്കുന്നൊരു കാര്യമാണ്. മനസ്സ് ഒരു വിഷമത്തിലാകുന്നത്, അല്ലെങ്കിൽ ഒരു എപ്പോഴും കൺഫ്യൂഷനോ നമുക്ക് അറിയാത്ത വിഷമങ്ങളോ അറിയാത്ത തരത്തിൽ നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ മനസ്സ് വേദനിക്കുന്നൊരു സമയമാണ്. പക്ഷേ ആ സമയത്ത് ഈ മനസ്സിന് എന്തെങ്കിലും ഒരു ചെറിയ ഒരു വിഷമം ഉണ്ടെങ്കിൽ ഈ നിങ്ങളുടെ കാര്യമാണ് അവർ ഏറ്റവും കൂടുതൽ അവരുടെ മനസ്സിലേക്ക് വരുന്നത്, നിങ്ങളുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ അവർക്ക് ഇപ്പോൾ പ്രസൻ്റിലി അവർക്കുള്ള വിഷമം നിങ്ങളല്ലായിരിക്കും, വേറെ അവരുടെ സാഹചര്യത്തിലുള്ള വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും. ഈ വേറെ എന്തെങ്കിലും കാര്യത്തിൽ അവർ വിഷമിച്ചിരിക്കുന്ന സമയത്തും അവർക്ക് ഓർമ്മകൾ വരുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും. അപ്പോൾ ആ ഒരു വിഷമത്തിന് ഒരു ആക്കം കൂടും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. പക്ഷെ അവർ ഒരുപാട് ശരിക്കും പ്രതീക്ഷ ഉണ്ട്. ഒരുപാട് സൺഗാർഡ് അതാണ്, ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അവർ നിങ്ങൾ തിരിച്ച് ചെല്ലാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു നല്ല ലൈഫ് അവർക്ക് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്ക് ഒരുപാടുണ്ടെന്ന് കാണുന്നുണ്ട്. ഷാഡോയാണ്. അപ്പം നിങ്ങളവരും ഷാഡോയാണ്. നിങ്ങളുടെ നിഴലാണ് അവർ, അല്ലെങ്കിൽ അവരുടെ നിഴലാണ് നിങ്ങളിത്. അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഷാഡോയാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. കാരണം ഇതിൽ 2 ഓഫ് കപ്സും ലവേഴ്സ് കാർഡും ഷാഡോയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും ഒരു പ്രൊജക്ഷൻസ് എന്ന് പറയില്ല, നിങ്ങൾ തന്നെയാണ് അവർ തന്നെയാണ് നിങ്ങൾ. അപ്പോൾ അത് പാസ്റ്റ് ലൈഫിൽ കുറേ ലൈഫ്സിൽ നിങ്ങൾ അവരൊന്ന് ഒരുമിച്ചുണ്ടായിരുന്നിരിക്കാം. കുറേ ജന്മങ്ങളിൽ ഇവരും ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം. ഇൻഡ്യൂഷനാണ്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് തോന്നുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ അവർക്ക് തോന്നുന്നുണ്ട്, ശരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങൾ വിട്ടുപോയപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിപ്പോയപ്പോൾ അവരുടെ എന്തൊക്കെയോ അവരുടെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ടു പോയി എന്നവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇതിൽ വേറെ ആൾക്കാരുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായി സെപ്പറേറ്റഡ് ആയി പോയതാണ്. മറ്റുള്ളവർ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ചൊന്നും വലുതായിട്ട് ചിന്തിക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ബാക്കിയില്ല ഇവർക്ക് വന്ന ബാക്കി റിലേഷൻഷിപ്പൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നശിച്ചു പോയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർക്ക് കുറേ റിലേഷൻഷിപ്പുകൾ ഉണ്ടായി അവർ പുറത്ത് പോയെങ്കിലും അവർക്ക്, അതാണ് 3 ഓഫ് പെൻറ്റക്കിളും
ത്രീ ഓഫ് പെൻഡാക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ കുറച്ച് ഇത് വന്നിട്ടുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട്. അതൊക്കെ തേർഡ് പാർട്ടി കാർഡാണ്. അപ്പോൾ ഇത് പിന്നെ ടു ഓഫ് വൺസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ വേറൊരാളും ഉണ്ടായിരുന്നു എന്ന് തന്നെ കാണുന്നുണ്ട്. സെവൻ ഓഫ് കപ്സ് അവർക്ക് വേറെ ചോയ്സസ് ഒന്നല്ല ഒരുപാടുണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. പക്ഷെ ഏതൊക്കെ ചോയ്സ് ഉണ്ടെങ്കിലും അവർക്ക് നിങ്ങളോടുള്ള ഒരു കണക്ഷൻ അത് വേറൊരാളോടും ഉണ്ടാകും എന്നവർ ചിന്തിക്കുന്നില്ല. കാരണം അത്രയും കണക്റ്റഡ് ആകാൻ പറ്റുന്നില്ല അവർക്ക്. നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ലാതെ അവർക്ക് മറ്റൊരാളുമായിട്ടും ഇത്രയധികം ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഡിസ്കണ്ടൻറ്റിൻ്റെ ബോർഡ് വന്നിട്ടുണ്ട്. ശരിക്കും ഒറ്റപ്പെട്ടു പോയൊരു അവസ്ഥയാണ് അവർക്ക്. ആരുമില്ല, എല്ലാവരും ചുറ്റിനുണ്ടായിരിക്കാം. ഫാമിലി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ട എല്ലാവരും തന്നെ, പ്രിയപ്പെട്ടതെന്ന് അവർ വിശ്വസിക്കുന്ന എല്ലാവരും തന്നെ കൂടെ ഉണ്ടെങ്കിൽ പോലും അവർ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ചിന്തയാണ്. കാരണം നിങ്ങളുണ്ടായിരുന്ന സമയത്ത് നിങ്ങളൊന്നാണ് എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. എന്ത് പ്രശ്നം വന്നാലും കൂടെ നിൽക്കാൻ നിങ്ങളുണ്ട് എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ കൂടെയുള്ള ആൾക്കാരൊന്നും കൂടെ നിർത്താൻ കൊള്ളില്ല എന്നും, അല്ലെങ്കിൽ കൂടെ നിൽക്കില്ല എന്നും. അവർക്കൊരു പ്രശ്നം വന്നാൽ അവരെ കൈപിടിക്കാൻ വേറെ ആരുമില്ല എന്നുള്ളൊരു ചിന്ത അവർക്കിപ്പം തോന്നുന്നുണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. പിന്നെ ബാലൻസാണ്. അവരുടെ ലൈഫിൽ ബാലൻസ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ വേണം. അത് എന്നാൽ മാത്രമേ അവരുടെ ലൈഫ് ബാലൻസ് ആകാൻ പറ്റുള്ളൂ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ വിശദമാണ്. ഇപ്പോൾ ഫ്യൂച്ചറിലേക്ക് കുറച്ച് കാര്യങ്ങൾ അവർ ബുദ്ധിപൂർവ്വം അവരൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാനിങ് ആണ്. പക്ഷേ ആ പ്ലാനിങ്ങിലും ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് വരുന്നു എന്നുള്ളതാണ്. ശരിക്കും അവർക്കറിയാം എന്ത് പ്ലാൻ ചെയ്താലും നിങ്ങളിലേക്ക് എത്താൻ, അല്ല പഴയ പോലെ എത്താൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്. പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല ഇത്. പക്ഷെ എന്നാലും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർക്ക് പ്രതീക്ഷയുണ്ട്. കാരണം സൺ കാർഡ് പ്രതീക്ഷയുടെ കാർഡാണ്. അവർക്ക് ഉറപ്പുണ്ട് പറ്റും. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഈ തടസ്സങ്ങളൊക്കെ ഓവർകം ചെയ്ത് നിങ്ങളിലേക്ക് എത്താൻ പറ്റും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതാണ് അവരുടെ ഹിഡൻ തോട്ട്സ് നിങ്ങളെക്കുറിച്ച്. ചിലപ്പോൾ ചില സമയം അവർക്ക് ദേഷ്യം തോന്നും, ചില സമയം സ്നേഹം തോന്നും, ചില സമയം വെറുപ്പ് തോന്നും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ള ഒരു നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ ഐഡി വേണം എന്നുള്ളവർക്ക് നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.